ഹലോ നമസ്കാരം. താരാസ് വണ്ടർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്ന് ഉച്ചക്കാലത്തെ ലഞ്ചിന് കറി വയ്ക്കണതൊക്കെ നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ പാവയ്ക്കയും മാങ്ങയും രണ്ട് സെപ്പറേറ്റാണ് വയ്ക്കണത്. മാങ്ങ കറി വയ്ക്കുന്നുണ്ട്, പിന്നെ പാവയ്ക്ക ഉലർത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് മരുമോളാണ് വയ്ക്കണത്. അവളുടെ വീട്ടിലുണ്ടായ പാവയ്ക്ക കൊണ്ടുവന്നതാണ്. അപ്പോൾ മാങ്ങ നമ്മൾ അരിഞ്ഞ് അതിലേക്ക് സവാളയും പച്ചമുളക് ഇഞ്ചി അതൊക്കെ ഇട്ടിട്ടൊന്ന് കുറച്ച് ഉപ്പും ചേർത്ത് വിനാഗിരിയും കൂടി കുറച്ച് ഒഴിച്ചിട്ടൊന്ന് മാറ്റി വെച്ചേക്കണതാണ്. പിന്നെ പാവയ്ക്ക അരിഞ്ഞ് കുറച്ച് ഉപ്പ് തിരുമ്മി വെച്ചേക്കണതാണ്. അപ്പോൾ നമുക്ക് ഈ മാങ്ങയിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മളൊരു തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ട് ഞാൻ 1-2 പാലൊന്നും മാറ്റാനുള്ള എല്ലാം കൂടി ഒന്നിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതിനധികം വേവൊന്നുമില്ല. ഒരു 5 മിനിറ്റ് നേരം നടപ്പത്ത് വെച്ച് ഇതൊന്ന് ആയി വരുമ്പോഴത്തേനും നമുക്ക് ഓഫ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ഉള്ളിയും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഞാൻ വഴറ്റി ഒഴിച്ചേക്കണതാണിത്, മൂപ്പിച്ചൊഴിച്ചേക്കണതാണ്. അപ്പം നമ്മുടെ അടിപൊളി മാങ്ങക്കറി ഇവിടെ റെഡിയാണ്. പിന്നെ നമുക്ക് പാവയ്ക്ക മുകളാണ് വെച്ചത്. പാവയ്ക്ക നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ പാവയ്ക്കയ്ക്ക് ഇത്തിരി കയ്പ്പ് കൂടുതലാണ്, പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ആ പാവയ്ക്കൊക്കെ. അപ്പോൾ പാവയ്ക്ക അരിഞ്ഞ് കുറച്ച് ഉപ്പൊക്കെ തിരുമിയിട്ട് അതിൻ്റെ വെള്ളം കുറച്ച് കളഞ്ഞിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു ചെറിയ സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി എടുത്ത് അരിഞ്ഞിട്ട് അതൊന്ന് ചീനച്ചട്ടിയിലിട്ട് വഴന്നു വരുമ്പോൾ അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് തക്കാളി ചേർക്കേണ്ടവൾ. അപ്പോൾ അവർ നോർത്ത് ഇന്ത്യയിലൊക്കെ ജോലി ചെയ്ത കാരണം തക്കാളി എല്ലാത്തിലും ചേർക്കാറുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു ഈ തക്കാളിയും കൂടി ചേർത്തപ്പോൾ. ഇതിൻ്റെ കയ്പൊന്നും അധികം ആവണില്ല, പക്ഷേ കയ്പുള്ളത് ആണെങ്കിലും നല്ല ടേസ്റ്റായിരുന്നു ഈ ഉലർത്ത് കറി. പാവയ്ക്കയിൽ ഇതിൽ തേങ്ങയൊന്നും ചേർക്കണില്ല. അപ്പോൾ ഈ തക്കാളിയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴന്ന് വരുമ്പോൾ ഈ പാവയ്ക്ക ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ഒന്ന് ചെറുതീയിലിട്ടിട്ട് അടച്ചു വെച്ച് വേവിക്കണ ചെയ്യണത്. അപ്പോൾ അത് മോളാണ് ഉണ്ടാക്കിയത് ആ കറി. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ഈ രണ്ട് കറികളും. പാവയ്ക്ക ഇപ്പോൾ ഈ നോയമ്പ് തുടങ്ങി പിന്നെ പാവയ്ക്ക ആദ്യമായിട്ടാണ് കിട്ടണത്. അപ്പോൾ ഇത് മോക്കടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ അവളൊന്നിപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ നല്ല അടിപൊളി പാവയ്ക്ക ഉലർത്തും മാങ്ങക്കറിയുമാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ചിന് കൂട്ടിയതൊക്കെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇങ്ങനത്തെ നാടൻ കറികളൊക്കെ കാണാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതിന് വഴറ്റിയിട്ട് ചെറുതീയിലിട്ടിട്ട് ഇതിന് വെള്ളമൊന്നും ഒഴിക്കണ്ട, ചെറുതീയിലിട്ടിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചാൽ നമ്മുടെ പാവയ്ക്ക കറി റെഡിയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി.